നല്ല ക്ഷീണമായി പോയിട്ടോ. ഇനി ഏത് ഭാഗത്തോട്ടാണ് നമുക്ക് കയറണ്ടേ? ഈ ഭാഗത്തോട്ട്. സൂക്ഷിക്കണോട്ടാ, സ്ലിപ്പായാലും ഉരുണ്ടടിച്ച് ഇങ്ങോട്ട് പോരുവേ. ചെരിഞ്ഞ് ചവിട്ട്, ചെരിഞ്ഞ് കയറിയാൽ ചിലപ്പോൾ കുറച്ച് എൻ്റെ പൊന്നെ രണ്ട് സൈഡിക്ക് നോക്കാൻ പറ്റില്ല. അയ്യോ, സൂക്ഷിച്ചു പോണേ, സ്ലിപ്പാവരുത്. വല്ലാത്തൊരു വ്യൂ തന്നെ കേട്ടോ. ഇതെങ്ങനെ അത് പറഞ്ഞറിയിക്കേണ്ടത് എനിക്കറിയത്തില്ല. അതുപോലൊരു ഏരിയ കേട്ടോ. നോക്ക്, അടിപൊളിക്കാം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ വിറക് നമുക്ക് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഓംപ്ലേറ്റ് ആയൊരു കാര്യമില്ലല്ലേ. ഇത് കുറച്ചല്ലേ ഉള്ളൂ അല്ലേ, ഗ്യാസിൽ മതിയല്ലോ. നമ്മൾ കിട്ടൂല എന്നുള്ള പ്രതീക്ഷ അല്ലേ. അടയ്ക്കണമൊന്നുമില്ല, ഞാൻ ചുമ്മാ അതിനകത്ത് കിടക്കാം. എന്നിട്ട് നീ നിനക്ക് സമയമുള്ളപ്പോൾ എപ്പോഴാണ് കയറി കിടക്കും. അല്ലാണ്ട് നീ അല്ലാണ്ട് ആരവിടെ കിടക്കുക ഈ തണുപ്പത്ത് ഇത്രയും. ഈ വലിയ പാറയുടെ അവിടുന്ന് ഇങ്ങനെ താഴെക്കൂടെ ഇതിലെങ്ങനെ വന്നിട്ട്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. പിന്നെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മളെ കഴിഞ്ഞൊരു വട്ടം നമ്മുടെ കയ്യിന് വയ്യാത്ത സമയത്ത് നമ്മൾ വന്ന മലയാണ് കേട്ടോ ഇത്. നമുക്ക് ഭയങ്കര കുത്തനൊരു കയറ്റാണ് കണ്ടോ. ഈ മരത്തിൻ്റെ സൈഡിലൂടെ മുകളിലോട്ട് കയറി പോകണം. എന്നിട്ട് നമുക്കിവിടെ സ്റ്റേ ചെയ്യാൻ പറ്റാതെ നമ്മൾ ഇവിടുന്ന് ഇതിൻ്റെ താഴ്ഭാഗത്ത് ആ ഒരു സൈഡിലായിട്ടാണ് നമ്മൾ അന്ന് സ്റ്റേ ചെയ്തത്. അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ ഈ മല കയറാൻ പോകും കേട്ടോ. നമ്മുടെ പുലിക്കുട്ടിയുണ്ട് കൂടെ. മാഷേ, അതിൻ്റെ ചുവട്ടിൽ പോയി നിൽക്കണ്ട, വലിയ കുഴിയാ. ഇതുണ്ടോ, അളിയൻ വന്ന പാട് തുടങ്ങി ഇതേ ഓരോരോ പരിപാടികൾ. എന്ത് വലിയ കുഴിയാ നോക്കുക, ആ നിൽക്കുന്ന എവിടെയാ നോക്ക്. വാടാ, അവിടെ നിൽക്കല്ലേ, അമ്പം കുഴിയാട്ടത്. ഇതുണ്ടോ, സ്വിമ്മിംഗ് പൂൾ ആക്കാം. നമ്മളെന്തായാലും പോയി മേളിൽ പോയിട്ട് വരാം. അപ്പം ഞങ്ങളെന്തായാലും മേളിലോട്ട് കയറാൻ പോകാം കേട്ടോ. മേളിൽ കയറി നമ്മൾ ടെൻ്റ് അടിച്ച് ഫുഡ് കഴിച്ച് അവിടെ ഒന്ന് സ്റ്റേ ചെയ്യാൻ പോവാണേ. ഇതാ നമ്മുടെ ആശാൻ പണി തുടങ്ങിയിട്ടാ. സൂക്ഷിച്ചേ, മേളിലെത്തിയിട്ട് കാണാം. അപ്പം ഞാനും ഉണ്ട് അങ്ങട്ടെ, ഞാനും അങ്ങോട്ട് തന്നെയാണ്. നമ്മൾ രണ്ടും ഒരുമിച്ചല്ലേ പോണത്. അത് ശരി. വേണ്ട, നല്ല മല തന്നെ കേട്ടോ. അതെ, നല്ല കുത്തനെയാ. ഓക്കെ അല്ലേടാ? എവിടെ സാറല്ല, കപ്പോട്ടെ. ഈ താഴ്ന്ന ഞങ്ങൾ കയറി വരുന്ന കേട്ടോ. സൂക്ഷിച്ച് കയറി. ഇതാണ് കയറിക്കൊണ്ടത്. നീ എന്താ ഉടുമ്പ് കയറുന്ന പോലെ കയറുന്നത്? ചെറിയ പാറയിലും ഗ്രിപ്പേ. എൻ്റെ പൊന്നെ, എൻ്റെ പൊന്നെ രണ്ട് സൈഡിക്ക് നോക്കാൻ പറ്റില്ല. എന്താ വ്യൂലേ. പതുക്കെ പതുക്കെ പോടാ. രാവിലെ ആയിരിക്കും ഇവിടെ രസമല്ലടാ. നല്ല മഞ്ഞ്, കോടമഞ്ഞ് പോലെ ഉണ്ടാവുമായിരിക്കും അല്ലേ. എൻ്റെ അമ്മ, ഏകദേശം ഒരു നിരപ്പ് പോലെ ആയി. എന്താ ലുക്കില്ലേ. കുറച്ച് നിരപ്പായില്ലേ. എന്തായാലും നല്ല ക്ഷീണമായി പോയിട്ടോ. ഇനി ഏത് ഭാഗത്തോട്ടാണ് നമുക്ക് കയറണ്ടേ? ഈ ഭാഗത്തോട്ട്. ഏത്, ഇങ്ങോട്ടാ? ഇനി നമ്മളിത് ഇങ്ങോട്ടാണ് കയറുന്നത് കേട്ടോ. എന്തായാലും കയറാം. ഓക്കെ അല്ലേ? ക്ഷീണം മാറി. എന്തായാലും ഞങ്ങൾ മേളിലോട്ട് കുറച്ചുകൂടി കയറട്ടെ കേട്ടോ. ഓക്കെ. ഈ ഭാഗം ഭയങ്കര കുത്തനാട്ടോ. ഇതുണ്ടോ, ഭയങ്കര ഒരു കുത്തനെ കയറ്റം തന്നെയാണ്. പക്ഷേ അതാ പറഞ്ഞേ, കയറാൻ തുടങ്ങിയപ്പോൾ നല്ല ഉഷാറായിട്ട് കയറി തുടങ്ങിയപ്പോൾ കിടപ്പ് തുടങ്ങിയെന്ന്. സൂക്ഷിക്കണട്ടാ, സ്ലിപ്പായാലും ഉരുണ്ടടിച്ച് ഇങ്ങോട്ട് പോരുവേ. ഒരു പാറ നിൽക്കണ നോക്ക്.
എൻ്റെ പൊന്നെ ഇങ്ങോട്ട് വരല്ലേ, നോക്കട്ടോ, നോക്ക് ഒരു കുഴി നോക്ക്. എൻ്റെ മോനെ ഭയങ്കര ഡേഞ്ചർ കുഴിടാ, നോക്ക്. സ്ലിപ്പാവല്ലേ, സ്ലിപ്പാവല്ലേ. സ്ലിപ്പായി കഴിഞ്ഞാൽ താഴെ എത്തുന്ന ബാള് തീരും. അതാണ് നോക്ക, കുഴി നോക്ക്. അങ്ങോട്ടില്ല. ഇവിടെ എങ്ങനെ കയറുക? ഇതിലെ വാ, നോക്ക്. ആ ചെരിഞ്ഞങ്ങനെ കയറി. എന്താ സൂക്ഷിക്കണട്ടാ, ഇവിടെ മൃഗങ്ങളെയൊന്നും പേടിക്കാനില്ല. താരെ പാമ്പുണ്ടാവും കേട്ടോ. നോക്കൊരു പാറ നിൽക്കുന്നു. ഓ ഇപ്പം നിരപ്പുള്ള സ്ഥലമാടാ. അതാ ഇതേതാ സ്ഥലം? അങ്ങോട്ടൊരു കുഴി. ഇതിവിടെ വെക്കടാ, ഇവിടെ വെക്ക്. ഇവിടെ വെച്ചിട്ട് നോക്കാം നമുക്ക്. ബാ, എൻ്റെ പൊന്നെ അടിപൊളി, അടിപൊളി. നോക്ക്, അപ്പുറത്തുള്ള അതേപോലെ ഇപ്പുറത്തും ഒരു ഗുഹ, വലിയ കുളം, വലിയ മല. ഇത് നോക്കടാ, വലിയ കാട്, മല. അയ്യോ താഴെ ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് പോലെ കേട്ടോ, തല ഇറങ്ങണ. ഇത് നോക്ക്, വലിയ കുഴി. എൻ്റെ പൊന്നോ, രാവിലെ ഇവിടെ അടിപൊളി വ്യൂ ആയിരിക്കും കേട്ടോ, കോടമഞ്ഞ്. എന്തായാലും അടിപൊളി സ്ഥലമായിട്ട് എന്ന് വന്നത്. എൻ്റെ അമ്മോ, ഇത് വേറൊരു കുളം. എവിടെ നോക്കിയാലും കുളം. എടാ ഇവിടെ 3 കുളം. ഇതൊക്കെ പണ്ട് കാലത്ത് പാറ പൊട്ടിച്ചിട്ടേ അതായിരിക്കൂടാ. എൻ്റെ മോനെ, അവിടെ ചെറിയൊരു കുളം, ഇവിടെ വലിയൊരു കുളം. നോക്ക്, ഇതൊക്കെ പാറ പൊട്ടിച്ചിട്ടടാ. എൻ്റെ മോനെ, വല്ലാത്തൊരു വ്യൂ തന്നെ കേട്ടോ. സൈഡിൽ ശ്രദ്ധിക്കണം കേട്ടോ, സൂക്ഷിക്കണേ. വല്ലാത്തൊരു വ്യൂ തന്നെ കേട്ടോ. ഇതെങ്ങനെ അത് പറഞ്ഞറിയിക്കേണ്ടത് എനിക്കറിയത്തില്ല. അതുപോലൊരു ഏരിയ കേട്ടോ. നോക്ക്, എങ്ങനെ അത് പറയേണ്ടതെന്ന് അറിയില്ല. അത്രയും രസം, മനോഹരമായ സ്ഥലം. അയ്യോ, എന്തായാലും മടുത്തു. എവിടെ ടെൻ്റ് അടിക്കൂടാ? നമുക്ക് എന്തായാലും ടെൻറ്റ് സെറ്റ് ആക്കിയാലോ, അല്ലെങ്കിൽ 2 മിനിറ്റ് റെസ്റ്റ് എടുക്കാനടാ. അപ്പം എന്തായാലും 5 മിനിറ്റ് ഞങ്ങൾ റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് പറ്റിയ ഏരിയ ഒന്ന് നോക്കട്ടെ. ഓക്കെ, എന്നിട്ട് സെറ്റാക്കാം. ഇവിടെ ടെൻറ്റ് സെറ്റ് ചെയ്യണ്ടേ? ടൈമായി, നമുക്ക് ഇവിടെ തന്നെ ചെയ്യാടാ. ഇവിടെ തന്നെ വെച്ചാൽ പോരെ? ഇവിടെ തന്നെ വെച്ചു. എടാ, നമുക്ക് കുറച്ച് കട്ടൻ കാപ്പി ഇട്ട് കുടിച്ചാലോ? കുടിക്കാം. സമയം എന്തായി? 8:15 എന്ത് പെട്ടെന്ന് സമയം പോണു. നമ്മളിവിടെ കയറിയപ്പോ ഇരുട്ടായില്ല. സമയായില്ലേ? കുറച്ച് കട്ടൻ കാപ്പി വെച്ച് കുടിക്കാതെ നമുക്കൊരു ഉഷാറിട്ടില്ല അല്ലേ? കൈ നോക്കണേ. ഇതൊക്കെ കയ്യോടെ ഇട്ട് വെച്ചാലെന്നറിയോ? ഇത് സെറ്റ് ആയിക്കോളും. അടിപൊളിയായിട്ട് തിളച്ചു. എടാ, ഗ്ലാസ് ഇന്നും ഒന്നും എടുത്തില്ലല്ലോ. അത് കുഴപ്പമില്ല, നീ കുടിക്കാതെ. കുടിച്ചിട്ട് കുടിക്കാം. കുടിച്ചിട്ട് കുടിക്കാം, അപ്പൊ കുറച്ച് ചൂടാറും ചെയ്യും.
ആര് കുടിച്ചിട്ട്? നീ കുടി കുടി കുടിക്ക്. ആ നീ കുടി. ഞാൻ കുടിക്കട്ടെ. കൈ നോക്കണേ. തണുത്ത കാറ്റാണ്ട് പോയില്ല അപ്പൊ. കാറ്റ് കുറച്ച് കഴിഞ്ഞ് വരൂടാ. ഇവിടെ നല്ല തണുപ്പുണ്ടാവും. ഇവിടെ എന്താ വെച്ചാലേ ഇത്രയും ഹൈറ്റ് അല്ലേ, നല്ല ഹൈറ്റ് ആയതുകൊണ്ട് തണുപ്പുണ്ടാവും. പക്ഷെ ആ വെള്ളത്തിന്റെ തണുപ്പൊക്കെ ആയിരിക്കും. അതല്ല, ഓൾറെഡി ഹൈറ്റുള്ള മലകളിൽ തണുപ്പ് കാറ്റ് വരും. ഇപ്പൊ നോക്കണ്ട, കുറച്ചുകൂടി കഴിഞ്ഞാൽ നീ തണുത്തിട്ടിരിക്കില്ലേ. നമ്മളാണെങ്കിൽ പുതയ്ക്കാനൊന്നും കൊണ്ടുവന്നതുമില്ല. നമ്മൾ കഴിഞ്ഞ വട്ടം പോയില്ല, പക്ഷെ അവിടെ തണുപ്പ് കുറവായി. എല്ലാരും ആ അവിടെ തീരെ തണുപ്പില്ല അല്ലേ? എന്താ ഇത്രയും കാടായിട്ട്? കാടിന്റെ ഉള്ളില് തണുപ്പില്ല. അടിപൊളി കാപ്പി എന്നാടാ കുടി. എന്താ സൗണ്ട് കിട്ടെ? കുടുംബം എന്തെങ്കിലും ആയിരിക്കോ? കുടുംബാ? ശ്രദ്ധിക്കണം കേട്ടാ, ലൈറ്റ് ടോർച്ച് എടുത്ത് കയ്യിൽ വെച്ചേക്കണേ. എന്തേലും സൗണ്ട് കേട്ടാ നോക്കാലോ. ആ നമ്മള് പാറമടയെന്നും പറഞ്ഞോട്ട് അല്ല, ഈ മലമുകളിലാന്ന് പറഞ്ഞ ഒന്നും ഇല്ലാന്നൊന്നും അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റില്ല. പ്രത്യേകിച്ച് വയനാടല്ലടാ. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ കുറുക്കനും പിന്നെ ഈ പറഞ്ഞ പോലെ ഉടുമ്പൊക്കെ ഉണ്ട് ഇവിടെ. ഈ പാറേന്റെ ഇതായതുകൊണ്ട് ഉടുമ്പുകൾ അങ്ങനത്തെ ഇഷ്ടമല്ലോ. വേറെ മൃഗങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കാം. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ പറയാൻ പറ്റില്ല, വയനാടല്ലേ, അതുകൊണ്ടൊക്കെ ഉള്ളൊരു പേടിയുള്ളൂ. കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഞങ്ങൾ കാപ്പി കുടിച്ചു. കാപ്പി കുടിക്കഴിഞ്ഞാ എനിക്ക് കുറച്ചുകൂടി കുടിക്കണം എന്ന് തോന്നുന്നുണ്ട്. നല്ല കാപ്പിയാണ്. പിന്നെ അപ്പൊ കാപ്പി കുടിച്ചു. ഞങ്ങൾ അങ്ങനെ ഓരോ പരിപാടികൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് ഫുഡ് റെഡിയാക്കണം. ഫുഡ് ഞങ്ങളിന്ന് മുട്ട ഓംപ്ലേറ്റും ബന്നും ഇല്ലടാ, അത് സെറ്റാക്കണം. ഇക്കാറും പാറപ്പുറത്ത് തന്നെ കിടക്കാനടാ, സുഖമാണ് അല്ലേ? ഇക്കാറും ഞങ്ങൾ ടെന്റ് കയറില്ല കേട്ടോ, ഇവിടെ തന്നെ അങ്ങ് കിടക്കും. എന്താ വെച്ചാൽ നല്ല കാറ്റും ഉണ്ട്. അല്ലടാ, അതിനകത്ത് തന്നെ കിടക്കാം. എന്താ അറിയോ, AC റൂമിലൊക്കെ AC റൂമിന്റെ അല്ല, അതേപോലെ ഉണ്ട് ഫീല്. നമ്മള് ഇതിനകത്ത് തന്നെ കിടക്കാം. എന്താ വെച്ചാൽ ഇത് നമ്മളിങ്ങനെ കിടക്കണ കണ്ടിട്ട് വല്ലതും വന്ന് നക്കിയിട്ട് പോയാലോ പറയാൻ പറ്റില്ല. ആ ഞങ്ങള് പാറപ്പുറത്ത് കയറി കിടക്കണോട്ട് വല്ലതും വന്ന് ഒരു നക്കും നക്കിയിട്ട് അങ്ങ് പോകും ചിലപ്പോ. നമുക്ക് അതിനകത്ത് തന്നെ കിടക്കാം അല്ലേ? ഒരു നല്ല ടേസ്റ്റ് എന്ന് പറയും. നീ എന്താ അങ്ങോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുന്നത്? താഴോട്ട് നോക്കുമ്പോ നല്ല രസം, നല്ല വ്യൂ അല്ലേ? ആ ചെറിയ ലൈറ്റുകള്. എടാ നമുക്ക് ഫുഡ് റെഡി ആക്കണ്ടേ? ആയോ സമയം ഇനിയിപ്പോ എന്താ നോക്കാനാ? ഉണ്ടാക്കാലോ. സമയം ഇപ്പോ 10 മണിയായോ? 10 മണിയല്ല, 9:15. നോക്കിയാലോ, റെഡിയാക്കല്ലേ? ഇടയ്ക്ക് ഒരു തണുത്ത കാറ്റ് വരൂലേ? ഇടയ്ക്ക് തണുത്ത കാറ്റുണ്ട് അല്ലേ? എല്ലാം മൂർച്ചയില്ല കാത്തിക്ക്. നമ്മുടെ മുട്ട എന്ത് ചെയ്യും? ടെന്റിന്റെ ഉള്ളില് 5 മുട്ട ഉണ്ട് കേട്ടാ. ഉപ്പ് എടുക്കണ്ടേ? ഉപ്പും കുറച്ച് മുളക് പൊടി ഇടണം. കുറച്ച് മുളക് പൊടി ആക്കിയിട്ട് നമ്മൾ ആംപ്ലേറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് അണ്ടാബുജി മാറ്റി. അണ്ടാബുജിയ ഉണ്ടാക്കാറിയോ? ഉപ്പിടട്ടെ? കുറച്ചിട്ടാ മതി. മതി 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 മതി. ഇത് മുട്ട മൊത്തം മതി. ഉപ്പ് മതി, നീ വെറുതെ കൂട്ടണ്ട. നീ കുറച്ച് മുളക് പൊടി മതിയേ? മതി. ഫസ്റ്റ് ഓംപ്ലേറ്റ് മുട്ട ഒഴിച്ചിട്ട് അതിന്റെ മേളിൽ ബന്നു മുറിച്ച് വെക്കല്ലേ, നടുക്ക് മുറിച്ചിട്ട്. ഇത് പൊടിയായി വെളിച്ചെണ്ണ എടുക്കാൻ വിട്ടുപോയി. ഇല്ല, നമുക്ക് ഒന്ന് ഒഴിച്ചു നോക്കാം. പിന്നെ കിട്ടുമോ നോക്കടാ, ഒന്ന് കിട്ടുമോ നോക്കിയിട്ട്. ഇത് ഫ്രൈ പാൻ ആയതുകൊണ്ട് ചിലപ്പോൾ കിട്ടൂടാ. ഒന്ന് കത്തിച്ചു നോട്ടെ. എന്തായാലും ഞങ്ങൾ വെളിച്ചെണ്ണ എടുക്കാൻ മറന്നുപോയി. കഴിഞ്ഞ വട്ടം വീഡിയോ എടുത്ത് ആ വെളിച്ചെണ്ണ തീർന്നു. ആ കുപ്പിയും കളഞ്ഞില്ലേ നമ്മളവിടെ? കുപ്പി അവിടെ തന്നെ ഇട്ടിട്ട് പോകും. നീ പറഞ്ഞായിരുന്നു ആ കുപ്പി എടുത്ത് ബാഗിൽ ഇട്ടേക്കാൻ, പക്ഷെ ഞാനത് ഇട്ടതുമില്ല. ഉള്ള വേസ്റ്റ് കളഞ്ഞ കൊടുത്തില്ല, ആ കുപ്പിയും കളഞ്ഞു അല്ലേ? സാരമില്ല, ഇനിയിപ്പോ അടുത്തതിന് സെറ്റാക്കാം. ഞാൻ പറ്റ മറന്നു പോയിടാം. ശാല ഒഴിച്ചോട്ടെ. കുറച്ച് ചൂടായിട്ടില്ലല്ലേ? അതാ സ്പൂണ് ചൂടായില്ലല്ലേ? ചട്ടി ചൂടായില്ല. കിട്ടൂലല്ലോ.
ഇല്ല ഇനി കിട്ടൂലടാ. കിട്ടൂല. എന്ത് ചെയ്യും? ഇളക്കി എന്നിട്ട് ഇതും കൂടി കണ്ട് വെച്ച് ഇങ്ങനെ മൊത്തത്തിൽ അങ്ങനെ എന്നിട്ട് ബ്രെഡ് എങ്ങനെ തിന്നാ നമ്മള്? അത് കഴിക്കാതെ എങ്ങനെ ഇതിൽ മുക്കി തിന്നാനാ? അതേ നടക്കുള്ളൂ അല്ലേ? അത് മൊത്തം കഴിച്ചേ എന്നിട്ട് മൊത്തത്തിൽ അങ്ങനെ ഞങ്ങളുടെ ഓംലേറ്റ് ആകെ കൊളായിട്ടാ. എന്തോടെ ഇടയ്ക്ക് സൗണ്ട് വരുന്നത്? അങ്ങോട്ട് അടിച്ചു നോക്കി ആ കാടിന്റെ പൊന്തേന്റെ ഉള്ളിൽ. നമ്മൾ ഒന്നുമില്ല എന്ന് പറഞ്ഞാലും ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോടാ. കുഴപ്പമില്ലെന്ന് തോന്നുന്നല്ലേ? എന്തായാലും ഇതും കൂടെ ഒന്ന് ചൂടാക്കിയാല് വെട്ടം കുറയുന്നുണ്ടല്ലോ. പണി പാളൂ. എന്തായാലും നമ്മുടെ ഓംലേറ്റ് സെറ്റായി. അയ്യോ ശകലം ഉപ്പ് കൂടി, ശകലം ഉപ്പ് കൂടിയടാ. പറഞ്ഞ നോക്കിട്ടിടാന്ന് ഞാനിപ്പോ ഈ ബന്നും കൂടി ഒന്ന് ചൂടാക്കിയതാ. മതിയില്ലേ? എന്താ കരിഞ്ഞ്? അയ്യോ കരിഞ്ഞടാ. എണ്ണയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ സെറ്റായിരിക്കും. അത് കരിഞ്ഞ്. ഓ അതിൽ നേരം വെക്കാൻ പാടില്ലേ. ഉപ്പ് കൂടിയില്ലേ? നോക്കിട്ടിടാന്ന് പറഞ്ഞു. സാറില്ല, കുറച്ച് കാപ്പി നേരത്തെ അതിലുണ്ട്. അപ്പൊ അതിന്റെ കൂടുതലങ്ങ് വെള്ളം ഒഴിച്ചതായി. കുഴപ്പമില്ല അല്ലേ? നിനക്കാണെങ്കിൽ നല്ല മധുരവും വേണ്ടേ? ഈ മധുരത്തിന്റെ ആളല്ലേ? നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു പഞ്ചാര അത് പറയില്ലല്ലോ. ആള് ഭയങ്കര മധുരത്തിന്റെ ആളാട്ടോ. ആളൊരു പഞ്ചാരയാണ്. കണ്ടു കഴിഞ്ഞാൽ പഞ്ചാര എന്ന് പറയില്ല. എനിക്ക് ആളൊരു പഞ്ചാരയാണ്. കാറ്റ് പ്രശ്നമുണ്ട് അല്ലേ ഇടയ്ക്ക്? അപ്പൊ ഞങ്ങളുടെ മുട്ട എന്താണ് ഇതിന്റെ പേര് പറഞ്ഞത്? എന്ത് നേരത്തെ എന്താ പറഞ്ഞിരുന്നല്ലോ? ഞങ്ങളുടെ മുട്ട ഓംലേറ്റ് ഇങ്ങനെയായി. വേഗണ മുട്ട ഓംലേറ്റും ഇങ്ങനെയായി. കുറച്ച് ഉപ്പും കൂടി. കുഴപ്പമില്ല. ഇത് ഞങ്ങളുടെ ബ്രെഡും കഴിച്ചോ. അപ്പൊ എന്തായാലും ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. കഴിച്ചോ. ഇന്നത്തെ ഫുഡ് സെറ്റായില്ല അല്ലേ? ചിക്കനൊന്നും ഇല്ലാത്തോണ്ട് അടിപൊളി കാപ്പി. കഴിക്കടാ. നീ എന്താ കഴിക്കാത്തെ? ഉപ്പ് കൂടിക്ക് പോയാ? കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് നല്ലൊരു മഴക്കാലത്ത് ഇവിടെ വന്നിട്ട് എന്തടിക്കണേ? മഴക്കാലത്ത് എന്നിട്ട് ആ ഇതിലോട്ട് വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നതും ഒക്കെ കാണാൻ. അതാ ആ വെള്ളം ഒഴുകുന്നൊക്കെ ഇവിടുന്ന് ശരിക്കും കാണാം. പെരും മഴയത്ത് ഒരു ദിവസം വന്നിട്ട് എന്റെ അടിക്കണം കേട്ടോ. നീ എന്ത് നിർത്തിയോ? കഴിക്കാൻ എന്നെ കൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. ഭയങ്കര ഉപ്പ്. ഞാൻ നിർത്തി. ഉപ്പ് കൂടിയില്ലേ? കുറച്ച്. കുഴപ്പമില്ല. ഇന്ന് കട്ടൻ ചായ എടുത്തുകൂടി. ഞങ്ങളെ ഓംപ്ലേറ്റും സംഗതി പരിപാടി ഫുഡ് ഫുള്ള് പാളി അല്ലേ? ഒന്നാമത് പാളാൻ കാര്യം ഉപ്പ് കൂടി, എണ്ണ ഉണ്ടെന്നില്ല. നീ ഒരു കാര്യം ചിറന്ന കട്ടൻ കാപ്പിയും ആ ബന്നും എടുത്ത് കഴിക്കും. വിശക്കൂടാ. വയറ് ഫുള്ളായി. ഫുള്ളായിട്ടൊന്നുമില്ല, തിന്നാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഭയങ്കര ഉപ്പായി പോയി. ഇങ്ങനെയൊക്കെ വരുമ്പോ പിന്നെ ചുക്ക് കാപ്പി അല്ലെങ്കിൽ മസാല കാപ്പി. ചുക്ക് കാപ്പി അല്ലെങ്കിൽ മസാല കാപ്പിയുടെ പൊടി മേടിച്ചാൽ മതി അല്ലേ? മസാല കോഫി പൗഡർ. അത് നമുക്ക് സെറ്റ്. നല്ല ടേസ്റ്റാ അല്ലേ? ഇത് നമുക്ക് ടെന്റിന്റെ ഉള്ളിൽ തന്നെ വെക്കാം അല്ലേ? വെളിയിൽ വെക്കണ്ട. വെളിയിൽ വെച്ചാൽ എന്തായാലും ഉറുമ്പും വന്നാലും. അല്ല, നമുക്ക് മേളിലോണി കെട്ടി തൂക്കടാ. അല്ലെ എന്താ ഉള്ളിൽ വെച്ച് നല്ല മണത്തിട്ട് വല്ലതും വരൂടാ. അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കും. ഇപ്പൊ തന്നെ എവിടെ ഒഴിവാക്കാൻ പറ്റും? ആ കൊക്കയിലോട്ട് എറിയാ താഴട്ടാ.
അപ്പൊ നമ്മളെ ഫുഡടി കഴിഞ്ഞു കേട്ടോ. ഫുഡടി കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് അടിപൊളി ഫുഡ് അല്ലേ? ഇന്നത്തെ ഫുഡ് മാപ്പ് ഫുഡ്, പക്ഷെ കുറച്ച് ഉപ്പ് കൂടിപ്പോയി. വേറെ ഒരു കുഴപ്പമില്ല, ഉപ്പ് കൂടിപ്പോയി. നമ്മൾ ഫുഡ് അങ്ങനെ കളയാത്തതാണ്, പക്ഷെ ഇന്ന് ഞങ്ങൾ രണ്ടുപേരുണ്ടായിട്ടും ഇത്ര മുട്ട ഓംലെറ്റ് കളയേണ്ടി വന്നു. ഒരു ചെറിയ കഷ്ണം പന്നും കളഞ്ഞു അല്ലേ? ഫുഡ് അങ്ങനെ കളയാത്തതാണ്, പക്ഷെ അത് ഉപ്പ് കൂടിപ്പോയി, തിന്നാൻ പറ്റാത്തൊരവസ്ഥയായി. പിന്നെ നിവൃത്തിയില്ലാണ്ട് അങ്ങ് തിന്നതാ. കുഴപ്പമില്ല. വെളുപ്പിന് നമുക്കിതേ അടിപൊളി ബന്നും ഉണ്ട്, നല്ല കാപ്പി ഇട്ട് കുടിച്ചിട്ട് പോവാം. എന്താ അല്ല അല്ലേ? ബെന്നും കടുങ്കാപ്പി. ആ, ബെന്നും കടുങ്കാപ്പി അതന്നെ. അപ്പൊ നമുക്കിതൊന്ന് ഒതുക്കാം. അപ്പൊ ഞങ്ങളിതൊന്ന് ഒതുക്കി സെറ്റ് ആവട്ടെ കേട്ടോ. ഞങ്ങൾ ഫുഡടിയൊക്കെ കഴിഞ്ഞ് അടിപൊളിയായി. ഇല്ലടാ, ഫുഡ് അടിപൊളിയായില്ലേ? അടിപൊളി എന്ന് പറയാനൊരു വിഷമം, എവിടെ ഇല്ലാത്തൊരു അടിപൊളിയായി ഇന്നത്തെ ഫുഡ്. അപ്പോൾ ഞങ്ങളെല്ലാം ഇവിടെ വൃത്തിയാക്കി. ഇത് ഞങ്ങളുടെ മുട്ടത്തൊലി, ഞങ്ങളുടെ വേസ്റ്റും അത് ഞങ്ങൾ എടുത്ത് അകത്ത് വെക്കും. പിന്നെ ബാക്കിയൊക്കെ സെറ്റാക്കിട്ടോ. ഇത് എവിടെ നിന്ന് കിട്ടിയടാ? അങ്ങോട്ടൊക്കെ നോക്കി പോട്ടോ. അപ്പോൾ ഇതൊന്ന് കത്തിച്ച് സെറ്റാക്കാം. ഞാൻ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ സൂക്ഷിച്ചു പോണേടാ. സൈഡിൽ കൂടെ ആ കുഴി കണ്ടില്ലേ? കാണുമ്പോഴേ പേടി, അതിന്റെ അടുത്തോട്ട് പോകുമ്പോഴേ കയ്യും കാലും വെക്കും. നീ വിറകൊന്നും വേണ്ടടാ, വാ. കുഴപ്പമില്ലല്ലേ? സെറ്റായി. അപ്പൊ ഞങ്ങള് ഫുഡ് കഴിച്ചു. പിന്നെന്താ? ഫുഡ് കഴിച്ചു, അതന്നെ. ഫുഡ് കഴിച്ചു, പിന്നൊന്ന് നടന്നു. ഇവൻ പോയി വിറക് എടുത്തോണ്ട് വന്നു. ഞാൻ വിറക് കിട്ടൂല എന്ന് 100% പറഞ്ഞായിരുന്നു, പക്ഷെ അവൻ വിറക് കൊണ്ടുവന്നു. അതാണ് നമ്മളെ പുലി. അപ്പൊ അത് റെഡിയായി. നമുക്ക് കിട്ടാത്തൊരു സാധനം ആണ് ഉണ്ടാക്കുന്നത് അതല്ലേ? അതെ, നമ്മൾ കിട്ടാത്തൊരു സാധനമാണ് ഉണ്ടാക്കേണ്ടത്. അങ്ങനെ വിറക് നമ്മൾ ഉണ്ടാക്കി, നമ്മൾ കത്തിച്ച്. അതൊക്കെ വരും ആരെങ്കിലൊക്കെ. നമ്മളെ കൂടെ ക്യാമ്പിങ്ങിന് ആർക്ക് വേണേലും വരാട്ടോ. ഇവിടെ അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിലേ, ഇപ്പൊ ഞാൻ വയനാട്ടിലാണ് നിൽക്കുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ പോകും. പിന്നെ അപ്പോൾ വയനാട്ടിൽ ഉള്ളപ്പോൾ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ നമ്മുടെ കൂടെ ക്യാമ്പ് ചെയ്യാം അല്ലേ? ഇഷ്ടമുള്ളവർക്കൊക്കെ വരാട്ടോ, നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഇതൊക്കെ രസമല്ലേ? വെറുതെ ഒരു എൻജോയ്, അത്രേ ഉള്ളൂ. പിന്നെ അതുപോലെ നല്ല ക്യാമ്പിങ്ങിന് പറ്റിയ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് പറയണം കേട്ടോ. എന്നാൽ നമുക്ക് അവിടെ വന്ന് ചെയ്യാലോ അല്ലേ? കുറച്ച് ഡേഞ്ചർ മീൻസ് നല്ല കാട് അങ്ങനെയൊക്കെയല്ലേ ഉദ്ദേശിച്ചേ? അങ്ങനെ ഉള്ള സ്ഥലത്ത് നമുക്ക് പോവാം. തീ കഴിഞ്ഞടാ, ഉറങ്ങണ്ടേ? സമയം ഒരുപാടായി, 11 മണി ഉണ്ടാവും. ഉറങ്ങാ, എന്നാ കേറ്. ഇവിടെ തന്നെയാണ് വേറെ. ഇവിടെ കിടക്കണോടാ, ഡേഞ്ചറാവൂലേ? രസാണ്, തീ കെട്ടും. ഇനിയിപ്പോ ഇവിടെ കിടക്കണം. ഇവിടെ തന്നെ നല്ലൊരു തണുപ്പുണ്ട്. തണുപ്പുണ്ട്. അപ്പൊ ലൈറ്റ് ഓഫ് ആക്കുമ്പോ പ്രശ്നമാവോ? ഇല്ല. അപ്പൊ ഞാനിന്ന് അകത്ത് കയറി കിടക്കട്ടെ? ഞാൻ അടയ്ക്കണമെന്നില്ല, ഞാൻ ചുമ്മാ അതിനകത്ത് കിടക്കാം. എന്നിട്ട് നീ നിനക്ക് സമയമുള്ളപ്പോ എപ്പോഴാണ് വെച്ച് കയറി കിടക്കും. അങ്ങനെ ചെയ്യാല്ലേ? തീ കുഴപ്പമില്ലല്ലേ? പുക മൊത്തത്തിനകത്തോട്ടല്ല അടിച്ചു കയറുന്നു. നീ ഓക്കെ അല്ലേ? ഇത് അടയ്ക്കണില്ല, തുറന്നെ ഇട്ടാണ്. എപ്പോ വേണേലും കയറി കിടന്നോണേ. അപ്പൊ നമ്മുടെ പരിപാടികളെല്ലാം സെറ്റായി. പിന്നെ അവൻ പുറത്താ കിടക്കണം കേട്ടോ. അതെ, നമ്മുടെ തീ കിടാറായി, കെട്ടു. കുറച്ച് കഴിയുമ്പോൾ അങ്ങ് കെട്ടുള്ളൂ. ഞാൻ ഉറങ്ങട്ടെടാ, നിനക്ക് സമയം നമുക്ക് വന്ന് കയറി കിടക്കണം കേട്ടോ. നേരം വെളുത്തിട്ടാ? നിനക്ക് എപ്പോഴേലും വന്ന് കിടക്കാം, ഞാനത് അടയ്ക്കുന്നില്ല. ഓക്കെ. നമ്മുടെ കൂട്ടുകാരനെ വെളിയിലും കിടത്തി, ഞാനകത്തും കിടന്ന്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് എന്തായാലും ചെയ്യണം കേട്ടോ. പിന്നെ നമ്മളെ കൂടെ ഇതേപോലെ ക്യാമ്പ് ചെയ്യാൻ ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ആർക്ക് വേണേലും വന്ന് കൂടെ നിൽക്കാം കേട്ടോ. ഞാനിപ്പോൾ വയനാട്ടിലുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ തൃശ്ശൂർ പോകും. തൃശ്ശൂരാണ് ഞാൻ ജോലി ചെയ്യണത്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് പോകും. അപ്പോൾ ഞാൻ ഈ വയനാട്ടിലുള്ള ടൈമിൽ ആർക്കെങ്കിലും ഇങ്ങനെ ക്യാമ്പ് ചെയ്യണമെങ്കിൽ എൻ്റെ കൂടെ വന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ചെയ്യാമല്ലോ. അതിന് വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ. അപ്പോൾ പറഞ്ഞ പോലെ ഗുഡ് നൈറ്റ്. അപ്പോൾ ഞാൻ ഉറങ്ങട്ടെടാ. ഓക്കെ, ഗുഡ് നൈറ്റ്. നിനക്ക് എപ്പോൾ വേണേലും കിടക്കാം കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഓക്കെ. അവനെല്ലാവർക്കും ഗുഡ് നൈറ്റ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, പറഞ്ഞ പോലെ ഗുഡ് നൈറ്റ്.
തരേ തരേ നല്ല കാറ്റടിക്കണ്ടോ, നല്ല കാറ്റടിക്കണ്ട്. നീ എവിടെ? മാറി കിടന്നോ? ഇവിടുന്ന് അങ്ങോട്ട് പോയാ അതോ ഉരുണ്ട് പോയതാണോ? ഇല്ല, അങ്ങോട്ട് മാറി കിടന്നു. വാടാ, ഇവിടെ തന്നെ കിടക്കാം. തണുക്കല്ലേ? ആ ചുമയൊക്കെ വരുന്നുണ്ട്. നീ ഇവിടെ വാടാ. നല്ല എ സി കിടന്ന പോലെ. ഇങ്ങോട്ട് നല്ല കാറ്റടിക്കുന്നല്ലോ. പന്ത്രണ്ട് മുക്കാലാടാ. വാടാ. നല്ല എനിക്കിതിനകത്ത് കിടന്നിട്ട് തന്നെ തണുക്കുന്നു. എന്നാ ഞാൻ കിടക്കട്ടെ? നോക്കേട്ടാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കയറി കിടന്നോണേ. ഇവിടെ വന്ന് വിളിച്ച് കയറി കിടന്നോളുണ്ടേ. ഞാൻ ഈ കൊതുകിന്റെ നെറ്റ് മാത്രമേ അടയ്ക്കണുള്ളൂ കേട്ടോ. ഈ ഒരു സാധനേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ട്ടാ. നമ്മളാണ് എഴുന്നേറ്റ് പോയാ? ബാഗ് മാത്രമേ ഉള്ളല്ലോ. അന്നത്തെ പോലെ ക്യാമറ എടുത്തിട്ട് പോയോ? ക്യാമറ എടുത്തിട്ട് പോയിട്ടില്ല. ആ അതെ, അവിടെ ഉണ്ട്. എന്തായാലും കട്ടൻ കാപ്പിയൊക്കെ വെച്ചൊന്ന് സെറ്റാട്ടോ കേട്ടോ. രാത്രി തണുപ്പില്ലായിരുന്നടാ? എന്നിട്ട് എങ്ങനെ നീ പുറത്ത് കിടന്ന്? അതുകൊണ്ട് കിടന്നതാ? പിന്നെ രണ്ടാൾക്ക് കിടക്കാൻ പറ്റാതെ അപ്പൊ നമ്മൾ അന്ന് കിടന്നോ? അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നുകൂടായിരുന്നോ? ഈ തണുപ്പത്ത് എങ്ങനെ പുറത്ത് കിടന്നു നീ? നല്ല തണുക്കണ്ടേ? വിറക് വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് തീടായിരുന്നു അല്ലേ? വിറക് കിട്ടാൻ പാടാ രാവിലെ തന്നെ. എന്തായാലും കുറച്ച് കട്ടൻ കാപ്പിയൊക്കെ വെച്ചൊന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. ഫുള്ള് കോടമഞ്ഞായി അല്ലേ? ഒന്നും കാണാൻ പോലില്ല. ഇപ്പൊ തിരിച്ചിറങ്ങാനാണ് പാട്. അതാ പറഞ്ഞ ഇറങ്ങാൻ ഇനി വേറൊരു സ്ഥലം തപ്പണം. ഹായ്, അടിപൊളി. വഴിയുണ്ടാ? ഉണ്ടാ? ആ അവൻ വഴിയുണ്ട് എന്നാ പറയണത്. എന്താ വെച്ചാലേ നമ്മൾ വന്നത് കയറിയത് ഇങ്ങനെ കുത്തനെ കയറ്റില്ല. അതുപോലുള്ള ആ കയറ്റം നമുക്ക് ഇറങ്ങാൻ വലിയ പാടായിരിക്കും. ഒന്നാമത് നമ്മുടെ വെയിറ്റ് ബാഗ് അത് ഇത് ഒക്കെ ഉണ്ടായതുകൊണ്ടേ. എൻ്റെ അമ്മോ നോക്ക്, ഭയങ്കര കുഴിയാട്ടോ. കാലൊന്ന് തെറ്റിയാ പോയി കണ്ടാ. അടിച്ച് പൊളിച്ച് തവിട് പൊടിയായി പോവും. വഴിയുണ്ടോടാ? അല്ല ഇപ്പൊ നമ്മള് കയറി വന്നതിനേക്കാളും എളുപ്പമാണോ? കയറി വന്നേക്കാളും എളുപ്പമാണോ പോവാന്? ഇവിടെ ഡേഞ്ചർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് രാവിലെ തന്നെ ഈ ഡേഞ്ചർ പറ്റൂല. ഇങ്ങനത്തെ ഇറക്കാം. ഇത് ഡേഞ്ചർ തന്നെടാ. ഏതിലെ വഴി? ഒരു പാറയുടെ മുകളിൽ ഫാൻ അടിക്കുന്നുണ്ട്. ഫാൻ്റെ റോക്ക് പോലത്തെ ഫാൻ്റെ റോക്ക് തന്നെയാണിത്. എടാ ഇതിലൊക്കെ എങ്ങനെ ഇറങ്ങി പോടാ? ഇതിലിറങ്ങാൻ പറ്റുമോ? അതിലിറങ്ങിയാൽ അവിടെ എത്തിയാൽ ഇറങ്ങാൻ പറ്റില്ലല്ലോ. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ എത്തും. ഇതിൻ്റെ ഉള്ളിൽ അതിൻ്റെ താഴോട്ട് അങ്ങനെ പോരുന്നിട്ടാ, സ്ലിപ്പാവേ. ഇവിടെ ഇറങ്ങാൻ പറ്റുമോ? ഇതുണ്ടോ ഇതുപോലത്തെ ഇറക്കാണത്. എങ്ങനെ ലോഡും വെച്ച് ഇറങ്ങും എന്നുള്ളത് ആലോചിക്കണ. അങ്ങനെ പോവല്ലേ നീ രാവിലെ തന്നെ? എന്നാ അതിലൂടെ ഇറങ്ങിപ്പോ. നീ ഇങ്ങനെ കുത്തനെ ഇറങ്ങിയിട്ട് എന്താ കാര്യം? അവൻ രാവിലെ തന്നെ തുടങ്ങിയ അഭ്യാസം കേട്ടാ. നല്ല കുത്തനെ ഇറക്കട്ടാ. ഇങ്ങനെ ഇത് ഇറങ്ങാമെങ്കിൽ നമുക്ക് മറ്റതും ഇങ്ങനെ ഇറങ്ങിക്കൂടെ എന്നാ നമ്മൾ കയറി വന്നത്? പിന്നെ അതന്നെയല്ലോ നല്ലേ?
ഇതേപോലത്തെ ഒരു കുത്തം കയറ്റം തന്നെയാണ് അതും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഇറങ്ങാം എന്ന് വിചാരിക്കുന്നു. പറ്റില്ല, അവിടെ കുഴിയല്ലേ? ആ അതാ പറഞ്ഞേ. ഇങ്ങോട്ട് വരുമോ? നീ അതിലെ വാ, ചെരുപ്പ് നടത്തോളാം. വാ, നമുക്ക് അതിൽ തന്നെ ഇറങ്ങാലടാ. കല്ലുകല്ലി, ഞങ്ങൾ അതിൽ തന്നെ ഇറങ്ങാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ നമുക്ക് ഇറങ്ങാൻ ആ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ എവിടെ നിന്ന് ഇറങ്ങിയത് ഇതിലല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഞങ്ങളെന്തായാലും പിന്നെ ഈ വന്ന വഴി തന്നെ ഇറങ്ങാനുള്ള പരിപാടി കേട്ടോ, അല്ലെങ്കിൽ നടക്കൂല അല്ലടാ. പിന്നെ അപ്പോൾ എന്തായാലും നമുക്ക് പാക്ക് ചെയ്താലോ? നിനക്ക് കടയിൽ പോണ്ടേ? ഇവന് കടയിലും പോകണം. പിന്നെ എനിക്കിന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, വീട്ടിലെന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിലേ ഉള്ളൂ. എന്തായാലും ഞങ്ങളിതൊന്ന് പാക്ക് ചെയ്യട്ടെ കേട്ടോ. പാക്ക് ചെയ്ത് ഇറങ്ങാനുള്ള പരിപാടി നോക്കട്ടെ. ഓക്കെ അല്ലേ? എന്തായാലും ഞങ്ങൾ ടെൻ്റെല്ലാം മടക്കി നല്ല സെറ്റാക്കി കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഈ മല ഇറങ്ങാൻ പോവാണ് ഇല്ലടാ. അതേ സൂര്യൻ കുറേശ്ശെ വരുന്നുണ്ട് കേട്ടോ, കാണുന്നുണ്ടാ? സൂര്യൻ വന്നോളും, നമ്മളങ്ങ് പോവാന്ന് വിചാരിച്ചു. ഇവന് കടയിലും പോണേ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ മല ഇറങ്ങട്ടെ. എന്തായാലും ഈ ക്യാമറ ബാഗിൽ വെച്ചിട്ടില്ല, ഇത് പോണ വഴിക്ക് എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ എടുക്കുകയും ചെയ്യാം അല്ലേ? ഇപ്പം ഇറങ്ങല്ലേ? അപ്പോൾ ഓക്കെ, എന്നാ നടന്നു. നോക്കി ഇറങ്ങണം, സ്ലിപ്പാവരുത്. നോക്കി ഇറങ്ങട്ടോ, കുഴി നോക്ക്. കാലൊന്ന് തെറ്റിയാൽ അങ്ങോട്ട് പോലെ ഒറ്റ മാർഗമേ ഉള്ളൂ. അവിടെ അങ്ങ് ഇരുന്ന് കൊടുത്താൽ മതി. എന്തായാലും ഞങ്ങൾ ഈ മല വിട്ടിറങ്ങിട്ടാ. ഒരു സ്റ്റെപ്പ് ഇറങ്ങി, ഇനി അടുത്ത സ്റ്റെപ്പ് ഇതായി ഈ ഒരു കഷ്ണം ഇറങ്ങണം. 3 സ്റ്റെപ്പാണ്. അതിൽ ഏറ്റവും അടിയത്തെ സ്റ്റെപ്പാണ് കുറച്ച് ഡേഞ്ചർ കേട്ടോ. ഇനി കുറച്ച് ഡേഞ്ചറുള്ള ഭാഗം ഇതാണ് താഹിറ. കുറച്ചല്ല, ഇത് നല്ല ഡേഞ്ചറാണ്. 2 സൈഡിലും കൊക്കയാണ്. താരേ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഇറങ്ങണോ ഫസ്റ്റ്? വെള്ളത്തിന്റെ ബോട്ടിൽ വേണമെങ്കിൽ താഴോട്ട് ഉരുട്ടി വിട്ടോ. അങ്ങനെ ഉരുട്ടാൻ പറ്റില്ല അല്ലേ? സൂക്ഷിക്കണം കേട്ടോ, ചെരുപ്പ് വേണേ ഉരിക്കും. ഇത് കുറച്ച് ഡേഞ്ചറുള്ള ഏരിയ ആണ്. എന്താ വെച്ചാൽ 2 സൈഡിലും കണ്ട, ഈ സൈഡിലും കുഴി, ഈ സൈഡിലും കുഴി. അതൊരു പരുവത്തിന് അങ്ങനെ ഇറങ്ങണം. അതാ സൂക്ഷിച്ചിട്ടാ, മെല്ലെ പോണേ. 2 സൈഡിലോട്ട് നോക്കണ്ട കേട്ടാ. നോക്കുമ്പോൾ എനിക്കെന്തോ പോലെ ആവണം. അത് പറഞ്ഞ് നോക്കണ്ടേ. ഇത് കണ്ടോ, ഈ സൈഡിലൊരു കൊക്ക, നേരെ ഈ സൈഡിലും കണ്ടോ. ആ ഒരു പീസിന് ഗ്രിപ്പില്ലേ, നല്ല ശ്രദ്ധിക്കണം കേട്ടോ. അത് കയറിയപ്പോൾ ഞാൻ 4 കാല് കൊണ്ടാണ് കയറിയിരിക്കുന്നത്. ശ്രദ്ധിച്ചു പോ. ഈ ഒരു പീസ് കുറച്ച് ഗ്രിപ്പ് കുറവാട്ടോ. ഇതൊരു നല്ല അതുണ്ടോ, ഒരു മിനിസം പോലത്തെ പാറയത്. എന്തായാലും നമ്മുടെ ഏരിയ കണ്ടോ, ഈ സൈഡ് കണ്ടോ, ഭയങ്കര കൊക്ക. കാലെടുത്ത് വെക്കാൻ തന്നെ പോയി. ഇപ്പുറ സൈഡ് അതുപോലൊരു കൊക്ക. അത് അതിലൂടെ ആ സൈഡിൽ കൂടെ ഇറങ്ങും. അവിടെ ഗ്രിപ്പില്ല കേട്ടോ, നോക്കണേ. സൂക്ഷിച്ചേ. ഇതിലെ തന്നെ ചിലക്ക് മറന്നുപോയാ നമ്മളെ പാറ. അതേ നമ്മുടെ പാറ കാണുന്നുണ്ട് കേട്ടോ, മേളില് ഒരു കുത്തുപോലെ നമ്മുടെ പാറ കാണുന്നുണ്ടേ.
നമ്മൾ ഏകദേശം റോഡ് എത്താറായിട്ടോ. നമ്മൾ വന്ന സ്ഥലം ഇതാണ്. ഇതിങ്ങനെ കയറി ഇപ്പം മലയൊന്നും കാണാനില്ല, അവിടെ മഞ്ഞ് പോലെയായി. മെയിൻ റോഡ് എത്താറായി. അതാ നമ്മളിപ്പോൾ ഇറങ്ങി വന്ന മലയിലൊക്കെ ഇപ്പോൾ മഞ്ഞായിട്ടോ. ഇവിടുന്ന് നോക്കുമ്പോൾ ഒന്നും കാണാനില്ല. അത് കണ്ടോ, എല്ലാം മൂടി. മഞ്ഞ് ഓൾറെഡി ഉണ്ടാവും, നമ്മൾ അടുത്തായത് കൊണ്ട് നമുക്ക് തോന്നാഞ്ഞതാ. വണ്ടിണ്ടാ? ആ, വണ്ടി കിടപ്പുണ്ട് അവിടെ. ഇവിടെയാണ് നമ്മൾ വണ്ടി ഇട്ടിട്ട് പോയത് കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി കഴിഞ്ഞു. കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. എന്തായാലും നല്ല എൻജോയ് ചെയ്തു ഇല്ലടാ. അപ്പോൾ എല്ലാവർക്കും പറഞ്ഞ പോലെ ഓക്കെ, ഗുഡ് നൈറ്റ്. അയ്യോ, ഗുഡ് നൈറ്റ് അല്ലല്ലോ, ഗുഡ് ബൈ. ഗുഡ് മോർണിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒന്നുകൂടി പറയാല്ലേ. അപ്പോൾ ഓക്കെ, ഗുഡ് മോർണിംഗ്.